കേരളത്തിലെ 140 MLA-മാർക്ക് അവിടെ മുറിയുണ്ട്. അവരൊന്നും അവരുടെ ഓഫീസ് ഇവിടെയല്ല പ്രവർത്തിപ്പിക്കുന്നത്. അവരെല്ലാം അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് സൗകര്യമുള്ള ഒരു കേന്ദ്രം കണ്ടെത്തി അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത് എൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു മൂലയിലാണ് ഈ MLA ഹോസ്റ്റൽ വരുന്നത്. അവൻ്റെ മണ്ഡലത്തിലെ മുറി അങ്ങ് മൂലക്കായി പോയെന്ന്. അവന് നടുക്ക് തന്നെ വേണം, നടുക്ക് അവന് കുഴികുത്തി ഇരിക്കണം. VK പ്രശാന്ത് MLA-യും R ശ്രീലേഖ നമ്മുടെ കൗൺസിലറും ഇൻവോൾവ് ആയിരിക്കുന്ന ഓഫീസ് വിവാദം ഗംഭീരമായിട്ട് മെയിൻ സ്ട്രീം ചാനലുകൾ അങ്ങോട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെ പറ്റി ഒന്ന് സംസാരിക്കാൻ പോവുകയാണ്. ഈ വിഷയം അറിയാത്തവരും അറിയുന്നവരും എല്ലാം വീഡിയോ മൊത്തത്തിലൊന്ന് കാണാൻ ശ്രമിക്കുക. അറിയാത്തവർക്ക് ഏകദേശം ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് കാര്യമൊന്നും മനസ്സിലാവും. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. പിന്നെ നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം എൻ്റെ വായിൽ നിന്ന് വീണേക്കാം. അങ്ങനെ വീഴുകയാണെങ്കിൽ മനുഷ്യനല്ലേ, പാവം പുള്ള. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എൻ്റെ വായിൽ നിന്ന് വീഴുകയാണെങ്കിൽ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്, തിരുത്തി തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ വില കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളാ പറഞ്ഞു തരുന്നതെങ്കിൽ നല്ല കാര്യം, ഞാനത് സ്വീകരിക്കും. രണ്ട് കൈയും നീട്ടി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഞാനും പറയൂടെ, അതും അതിൻ്റെ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് കല്ലുവലിച്ചറിയാൻ വരല്ലേ പ്രിയപ്പെട്ടവരെ. അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ VK പ്രശാന്ത് ചേട്ടൻ കുറച്ചു മുമ്പ് ഒരു ചാനലിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന കേട്ടടേ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വിഷയത്തിൽ സംഭവം വേറൊന്നുമല്ല. ആ പാവൻ സ്ത്രീ ശ്രീലേഖ, അവർക്ക് ഇരിക്കാൻ പോലും കൗൺസിലറാണ്, അവർക്ക് മര്യാദയ്ക്ക് അവരുടെ ഈ ഫയലുകളും കാര്യങ്ങളും ഒന്ന് വെച്ചുകൊണ്ട് ഇരിക്കാനൊരു സ്ഥലമില്ല. കക്കൂസിനകത്തൊക്കെ അവർ കൊണ്ടുവന്ന് ഫയൽ വെക്കുന്നു. അവരുടെ ഒരു അവസ്ഥയെ അപ്പം നമ്മുടെ സുന്ദരനായിട്ടുള്ള മകൻ VK പ്രശാന്ത് മോനോട് അറിയാവുന്നതാണ്, നേരത്തെ ഒരു അനിയനെ പോലെയൊക്കെയാണ് ശ്രീലേഖയ്ക്ക്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, MLA കുട്ടാ ഒന്ന് മാറിത്താടാ, നീ ആ സ്ഥലത്തു നിന്നൊന്ന് മാറിത്താ. മനസ്സിലായില്ലേ? നിന്റെ സ്പേസ്, നിനക്ക് ഓൾറെഡി നിന്റെ മറ്റേ MLA ഹോസ്റ്റൽ ഉണ്ടല്ലോ, അവിടെ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ പോയി ഇരി, നീ ഇവിടുന്നൊന്ന് മാറിത്താ, ഞാൻ അവിടെ നിന്ന് ഇരുന്നോട്ടെ, 5 വർഷം എനിക്ക് ഇരിക്കണ്ടേ എന്നാ സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോൾ അയ്യോ അവനങ്ങ് പൊളിഞ്ഞു. അവനെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞ് അവനൊരു സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങി. അതാണ് സംഗതി, കൂടുതലൊന്നുമില്ല. മനസ്സിലായില്ലേ? പക്ഷേ ആ സ്ത്രീ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കേട്ടു. അവർ വളരെ മാന്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ അവനെ വിളിച്ചതൊക്കെ അവൻ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡിങ്ങും പരിപാടിയൊന്നും ഇല്ല, അവൻ റെക്കോർഡിംഗ് ആണെന്നാണ് കേട്ടത്. അവനോടത് കേൾപ്പിക്കാൻ പറ, ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാൻ പറ. അതിനെ പറ്റിയിട്ടൊന്നും മോന് പറയാനില്ല. എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ഇറങ്ങിക്കൊടുക്കത്തില്ല. അതെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ വേറെ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ ഈ പ്രശാന്ത് MLA എന്ന് പറയുന്ന വ്യക്തി പറയുന്ന, ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ കണ്ടു ഒരു ചാനലിനോട് സംസാരിക്കുമ്പം തുടക്കത്തിൽ തന്നെ അവൻ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട് അവനോട്. നീ തന്നെ പറയുന്നു നിനക്ക് ഓഫീസ് സ്ഥലം ഉണ്ട്, MLA ഹോസ്റ്റലിലുണ്ട് സ്ഥലം, അതും അവൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്, അവിടെ പോയി ഇരുന്നാൽ പോരെ? അവൻ അത് പറ്റത്തില്ല. സംഗതി വേറൊന്നുമല്ല, ഈ തിരുവനന്തപുരം മൊത്തത്തിൽ BJP അങ്ങ് കൊണ്ടുപോയി. അത് മൊത്തത്തിൽ മറ്റേ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങ് പൊളിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ചാൻസിലൊക്കെ കയറി അങ്ങ് മാന്താൻ നിൽക്കും, വാർത്ത ഉണ്ടാക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങൾ മണ്ടന്മാരല്ല. നിന്റെയൊക്കെ വില പൊക്കോണ്ടിരിക്കും, നല്ല രീതിയിൽ പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇങ്ങനെയുള്ള ഓരോ വൃത്തികെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി ഇല്ലാതാക്കി കളയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? എന്താണെങ്കിലും നമുക്ക് മറുനാടൻ ചാനലിൽ കുറച്ച് കാര്യങ്ങൾ ഷാജിസ്കറി പറയുന്നുണ്ട്, അത് കേൾപ്പിക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് നമ്മുടെ പ്രശാന്ത് മോൻ രാവിലെ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല, ചാനലിന് കൊടുത്ത ബൈറ്റോ അല്ലെങ്കിൽ ചാനലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതേ ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. തിരുവനന്തപുരത്തെ ഒഴിപ്പിക്കൽ വിവാദത്തിൽ കക്ഷി ചേർന്നു കോൺഗ്രസും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന MLA ഹോസ്റ്റലിൽ 2 മുറികളുള്ളപ്പോൾ എന്തിനാണ് VK പ്രശാന്ത് MLA അദ്ദേഹം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്ന ചോദ്യമാണ് K ശബരിനാഥൻ ഉന്നയിക്കുന്നത്. VK പ്രശാന്ത് MLA തന്നെ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ശബരിനാഥൻ തന്നെ ഈ R ശ്രീലേഖ ഉന്നയിച്ച വാദത്തോട് അനുകൂലിച്ചുകൊണ്ട് താങ്കൾ അവിടെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, ഒപ്പം പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ മണ്ഡലത്തിൽ MLA ഹോസ്റ്റലിൽ 2 മുറിയുണ്ട്, അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഓഫീസായി? അല്ല, ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, MLA-യുടെ പ്രവർത്തനം ജനകീയമായി പോകുന്നതിൽ ഇവരൊക്കെ അസ്വസ്ഥരാണ്. എന്ത് ജനകീയമായി എന്താ ചേട്ടാ നിങ്ങളൊക്കെ എന്താ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾ വേണം പറയാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നോ ഈ ചേട്ടൻ നിങ്ങൾക്ക്? അതോ അവന്റെ വീടും കാറും ഒക്കെ അവൻ പുതിയതാക്കിയോ?
പുതുക്കിയോ? നിങ്ങൾ വേണം പറയാൻ. അവൻ്റെയൊക്കെ ബാക്കി അവൻ്റെ സ്ഥലം ഇല്ലാഞ്ഞിട്ടല്ല, അഹങ്കാരം. ബാക്കി നിങ്ങൾ കേൾക്കാം, അവൻ പറയുന്ന ബാക്കിയാണ്, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. കേട്ടോണേ. അപ്പോൾ MLA ഹോസ്റ്റലിൽ VK പ്രശാന്ത് MLAക്ക് മാത്രമല്ല മുറിയുള്ളത്. കേരളത്തിലെ 140 MLAമാർക്ക് അവിടെ മുറിയുണ്ട്. അവരൊന്നും അവരുടെ ഓഫീസ് ഇവിടെയല്ല പ്രവർത്തിപ്പിക്കുന്നത്. അവരെല്ലാം അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് സൗകര്യമുള്ള ഒരു കേന്ദ്രം കണ്ടെത്തി അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത് എൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു മൂലയിലാണ് ഈ MLA ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താ, എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന വാഹന ഗതാഗതമുള്ള പാർക്കിംഗ് സൗകര്യമുള്ള താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം വേണം. അങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് ഈ ശാസ്തമംഗലത്തെ ഓഫീസിലെ ഒരു ഹാള് ഇപ്പോൾ നിങ്ങൾ കണ്ട മതി. ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ലുലു മാളില്ലേ തിരുവനന്തപുരത്തെ, നല്ല സൗകര്യമായിരിക്കുമല്ലോ ചേട്ടൻ. ആളുകൾക്കൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ചേട്ടനെ വന്ന് ഓംബ്ര എന്ന് പറഞ്ഞു വന്ന് തൊഴാൻ പറ്റുമായിരിക്കും. അവിടെ ഒരു ഓഫീസ് ഉണ്ട് ചേട്ടാ, അതായിരിക്കും നല്ലത്. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. അവൻ പറയുന്നത് അവൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് MLA ഹൗസ് ഉള്ളത്. സോറി, ഞാൻ നേരത്തെ MLA ഹോസ്റ്റലിനാണെന്നല്ലേ പറഞ്ഞ. സോറി, ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം എന്താണെങ്കിലും 2 മുറി ഉണ്ടടേ അവൻ്റെ മണ്ഡലത്തിൽ തന്നെ, 2 മുറി. അവൻ അത് പറ്റത്തില്ല. അവൻ്റെ മണ്ഡലത്തിലെ മുറി അങ്ങ് മൂലക്കായി പോയെന്ന്. അവന് നടുക്ക് തന്നെ വേണം, നടുക്ക് അവന് കുഴികുത്തി ഇരിക്കണം. മനസ്സിലായോ? ഇതൊക്കെ ന്യായമായിട്ടുള്ള റീസൺ ആണോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ. ഇതൊക്കെ ന്യായമായിട്ടുള്ള റീസൺ ആണോ ഇവൻ പറയുന്നത്? ഇത്രയും കേട്ടപ്പോൾ തന്നെ ഞാൻ ഇവനെ ആട്ടി, മാറിയിക്കടാ, നിന്റെ ഇനി കൂടുതൽ വായിന്നൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി. എനിക്ക് അത്രേ തോന്നി, അതിൽ കൂടുതൽ കേൾക്കാനില്ല. കാരണം അവിടെ തീർന്നു. അവൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്. നിങ്ങൾ ആലോചിക്കണം, അവൻ്റെ മണ്ഡലത്തിൽ തന്നെ അവന് 2 ഓഫീസുണ്ട്. അത് മൂലക്കായി പോയെന്ന്. അവന് സെൻറ്ററിൽ വേണം. എന്താടേ ഇതൊക്കെ മണ്ടന്മാര് മനസ്സിലായില്ലേ? മണ്ടന്മാരായിട്ടുള്ള ഒരു പാർട്ടിയെ അത്രയ്ക്കും പാർട്ടി അല്ലാതെ നല്ലത് നമുക്ക് ചെയ്തു തരുന്നുണ്ടോ പാർട്ടി? ജനങ്ങളുടെ നിന്ന് പിടിച്ചു പറിക്കുവാണോ പാർട്ടി? അതൊന്നും അല്ല നോക്കുന്നത്. പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ഐറ്റങ്ങളുണ്ടല്ലോ, അവര് കൈയടിക്കും ഇവന്, കേട്ടോ. അവന്മാര് കൈയടിക്കും, നമ്മളെ കിട്ടത്തില്ല. കാരണം ഇതൊക്കെ എന്തോ ഇവൻ പറയുന്നതിനകത്തൊന്നും തന്നെ തീർന്നില്ലേ? ഇതിൽ കൂടുതൽ തെളിവ് വേണോ? എൻ്റെ പൊന്ന് പ്രശാന്തി ചേട്ടൻ ഉടായിപ്പാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ. ചേട്ടാ, തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ സ്റ്റേഡിയം ഉണ്ടല്ലോ. ചേട്ടൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സ്റ്റേഡിയത്തിനകത്ത് ഒരു ഓഫീസ് തുടങ്ങുക. അതാകുമ്പോൾ നല്ല പാർക്കിംഗ് സ്പേസ് കിട്ടും, വിശാലമായ സ്പേസ് കിട്ടും ജനങ്ങൾക്ക്. അതിൻ്റെ അകത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് ചേട്ടനെ വന്ന് കുമ്പിട്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു ഫോമിലൊന്നും ചേട്ടൻ സെറ്റ് ചെയ്യും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് ഇവനോടൊക്കെ എന്നാ പറയണ്ടേ? പറയാനൊന്നുമില്ല, കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി. പിന്നെ പറയാൻ ഇറങ്ങുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഇനി ഏറ്റവും നല്ലത്, ഞാൻ വേറെ കുറേ ചാനലിൽ വരുന്ന വാർത്തകളെല്ലാം കണ്ട് ഇങ്ങനെ ക്ലിപ്പെല്ലാം കട്ട് ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച്, എന്തിനാണ് കഷ്ടപ്പെട്ട് ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കാൻ നിൽക്കുന്നത്? ഒരൊറ്റ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ കിട്ടും. ഏതാണെന്നറിയോ? മറുനാടനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടോണം. കുറച്ച് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുമുണ്ട്, കുറച്ച് കാര്യങ്ങളോട് യോജിപ്പുമുണ്ട്, അത് വേറെ കാര്യം. ഇത് കേട്ടോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഭീഷണി ഉയർത്തിക്കൊണ്ട് വളർന്ന് പന്തലിച്ചത് UDF ആണെങ്കിലും CPM നേരിടാൻ ആഗ്രഹിക്കുന്നത് UDF-നെ അല്ല, നേരെ മറിച്ച് BJP-യാണ്. CPM-ൻ്റെ ഉറക്കം കെടുത്തുന്നത് BJP-യാണ്. BJP പേടിയിൽ CPM-നെ എന്ത് ചെയ്യണം എന്നറിയാത്ത വിഷമം സംഭവിച്ചിരിക്കുന്നു. UDF-നെ തകർക്കാൻ ഏറ്റവും നല്ലത് നേരിട്ടുള്ള ആക്രമണമല്ല, നേരെ മറിച്ച് BJP-ക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണെന്ന് CPM-ന് നല്ല ബോധ്യമുണ്ട്. കാരണം UDF ഒരു വിന്നിംഗ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വിന്നബിലിറ്റി നഷ്ടപ്പെട്ട CPM-നെ ഹിന്ദു വോട്ടർമാർ പുറം കാലം കൊണ്ട് ചവിട്ടും. അവിടെ പകരം വളർന്നു വരുന്നത് BJP-യാണ്. BJP-യെ എങ്ങനെയെങ്കിലും തടയുക എന്നത് തന്നെയാവണം ലക്ഷ്യം എന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവർ കൃത്യമായ അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് പെരുമാറുകയാണ്. ഇപ്പോൾ അവർക്ക് തൃശ്ശൂരിൽ ഒരു MP സ്ഥാനം കിട്ടിയത് CPM-ന്റെ ഉറക്കം കെടുത്തിയിരുന്നു. കാരണം വിന്നബിലിറ്റി BJP തെളിയിക്കുന്നു. അതിന് തുടർച്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. BJP വളരെ തന്ത്രപൂർവ്വമായി ചില നേതാക്കളെ സൃഷ്ടിച്ചെടുത്താണ് പണി തരുന്നതെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. സുരേഷ് ഗോപി അതിനൊരു ഉദാഹരണമാണ്. സുരേഷ് ഗോപിക്കെതിരെ വലിയ കോലാഹലമൊരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും 74,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത്തരം സൃഷ്ടികൾ ഇവരുടെ ഉറക്കം കെടുത്തുന്നു. തിരുവനന്തപുരത്തെ തഴഞ്ഞിട്ടിരുന്ന ഒരു നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി. മേയർ എന്ന പദവിയിൽ എത്തപ്പെട്ട അന്നു മുതൽ VV രാജേഷ് വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. രാജേഷിന് വലിയ പ്രാധാന്യം ദേശീയ മാധ്യമങ്ങളിൽ പോലും കിട്ടുന്നു. രാജേഷിന്റെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്.
അങ്ങനെ അപ്രതീക്ഷിതമായി BJPക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവിനെ സമ്മാനിച്ചിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ ഭരണത്തിലൂടെ. അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു നേതാവായിരുന്നു രാജേഷ്. അതിനപ്പുറത്തേക്ക് രാജേഷിന് പ്രാധാന്യമുണ്ടാക്കി കൊടുത്തു എന്ന് CPM തിരിച്ചറിയുന്നു. ഇതിനൊപ്പം തന്നെയാണ് ശ്രീലേഖയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം CPMന്റെ ഉറക്കം കെടുത്തുന്നത്. ശ്രീലേഖ എന്ന DGP. ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് നമ്മുടെ രാജേഷ് ഏട്ടൻ പുതിയ മേയർ, അതെ, പുള്ളി വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വാർത്തകൾ സൃഷ്ടിച്ച വേറൊരു മേയർ ആയിരുന്നു മുൻ മേയറെ, ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ പുള്ളി അങ്ങ് നല്ല മനുഷ്യൻ, തിരുവനന്തപുരം സിറ്റി സൂപ്പറാക്കും എന്ന് ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്നില്ല, കേട്ടല്ലോ. കാരണം ഒരു യുവത്വം നിറഞ്ഞ തുളമ്പുന്ന ഒരു വ്യക്തി മേയറായപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരു മാങ്ങ ഇവിടെ നടന്നില്ല, കണ്ടതാണല്ലോ എല്ലാവരും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട സാജൻ സ്കറിയ പറഞ്ഞതുപോലെ ഈ ബി ജെ പിയെ പേടിയുണ്ടോ CPMന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടടേ, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിനെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഒരുപാട് നല്ല മുന്നേറ്റമായിരുന്നു ലാസ്റ്റ് നമ്മൾ കണ്ട ഇലക്ഷന്, അതെ, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിനെ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടും ഞാൻ കണ്ടതും വെച്ചിട്ട് കോൺഗ്രസിനെ നയിക്കാൻ ഒരു മേളിൽ ഒരാളില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരു തലതട്ടപ്പനില്ല ഇന്ന് കോൺഗ്രസിന്. ആരാ ഉള്ളത്? നിങ്ങളിപ്പോൾ കുറേ പേര് പറയായിരിക്കും രാഹുൽ ഗാന്ധി. അടച്ചു പൂച്ചിക്കും ഞാൻ. പുള്ളിയെ കൊണ്ടൊന്നും പറ്റിയ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു നേതാവില്ല കോൺഗ്രസിന്. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വീഴ്ച. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്ക് അടിക്കാനുള്ള ഒരു ചെണ്ട ഇല്ല കോൺഗ്രസ്. പക്ഷേ അപ്പുറത്ത് വളർന്നു വരുന്ന BJP അത് ചെറിയ ചെണ്ടയല്ല, അത് കുറച്ച് വലിയ ചെണ്ടയാണ്. ആ ചെണ്ട ഇങ്ങോട്ടൊന്ന് മറിഞ്ഞാൽ ഇപ്പറേ നിൽക്കുന്ന കോലുകളെല്ലാം ഒടിഞ്ഞു പോകും. പിടികിട്ടിയോ? അതാണ് സത്യം. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഒരിക്കൽ ഒരുപാട് സുഹൃത്തുക്കളായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, BJP ഒന്നും ഒരിക്കലും കേരളത്തിൽ BJP വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് തന്നെ ഇന്നൊരു സംശയം, കൊണ്ടുപോവോ എന്നൊരു സംശയം. സാജൻ സ്കറിയ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വോട്ട് എന്നൊരു സാധനം സാറവിടെ പറഞ്ഞു. ഈ മതം വെച്ച് സംസാരിക്കാൻ എനിക്ക് അധികം താല്പര്യമില്ല, എങ്കിലും അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ഹിന്ദുക്കൾക്ക് പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ നല്ല പ്രവർത്തനം കിട്ടണം എന്ന് പറഞ്ഞ് അവർ മനസ്സറിഞ്ഞ് വോട്ട് കുത്തിയിരുന്നതായിരുന്നു ഭൂരിഭാഗം. കുറച്ച് ഒരു 50% അല്ലെങ്കിൽ 40% ആണെങ്കിലും, ഞാൻ അത്രേ പറയുന്നുള്ളൂ, കൂടുതൽ ഇറക്കിക്കുന്നില്ല, 40% ആളുകളെങ്കിലും ഹിന്ദുക്കൾ ആ രീതിയിൽ വോട്ട് കുത്തിയിരുന്നതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കൂട്ടന്മാർക്ക്. പക്ഷെ ഏതാണ്ടൊക്കെ മതിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത വോട്ട് കുത്താൻ പോകുന്നത് BJPക്ക് തന്നെയായിരിക്കും. താല്പര്യമില്ലെങ്കിൽ പോലും കുത്തിപ്പോവും. കാരണം നമുക്കിനി ഒരു മാറ്റം വേണം. മുടിപ്പിച്ചു നമ്മളെ ഭരിച്ച് ഇല്ലേ, ഇതുപോലുള്ള ഓരോ വൃത്തികെട്ട കേസും. ഒരു സ്ത്രീക്ക് ആ കൗൺസിലറിന് ആ സ്ഥലം ഒന്ന് ഒഴിഞ്ഞു കൊടുത്താൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളവർ. അവന് പറ്റത്തില്ല. അപ്പോൾ അവന് മൂലക്കുള്ള അവൻ്റെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവന് നടുക്ക് തന്നെ കുത്തിയിരിക്കണം. എന്തൊക്കെയാ കേൾക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ഇവന്മാരിറങ്ങുമ്പോൾ വെറുക്കും ജനങ്ങൾ. പിന്നെ വോട്ട് കുത്താൻ അടുത്ത ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ കോൺഗ്രസിന് കുത്തുക, അല്ലെങ്കിൽ BJPക്ക്. വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ കോൺഗ്രസ്, എനിക്കും ആഗ്രഹമുണ്ട് ഒരു കോൺഗ്രസ് ഭരണം വീണ്ടും വരണം. നമ്മൾ കണ്ട അവസാനത്തെ ഏറ്റവും നല്ലൊരു ഭരണാധികാരി കോൺഗ്രസ്സിലെ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിനെ പോലുള്ള ഒരാളൊക്കെ ഇനിയും വരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയെ, ഭയങ്കര ഇഷ്ടം. കാരണം ഓടി നടന്ന് ജനങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു പുള്ളി, അല്ലേ? ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? രാഷ്ട്രീയത്തെ ഒരുപാട് അറിയാവുന്ന ആളുകൾ നിങ്ങൾ പറയണം. എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒന്നും 7 അയലത്ത് വരത്തില്ല. 7 അയലത്ത് നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന, പറയാൻ പോലും പാടില്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൂടെ പറയാൻ പോലും ഈ പേരെടുക്കരുത്, നമ്മുടെ പിണുമാവൻ്റെ, അല്ലേ? പുള്ളിക്ക് വർഷാവർഷം തോറും കിയയുടെ പുതിയ കാറുകൾ വേണം, അല്ലെങ്കിൽ കുണ്ടി അങ്ങോട്ട് ഉറച്ചിരിക്കത്തില്ല. ഇതാണ് പിണു. അതൊക്കെ വെച്ച് നോക്കുമ്പം നല്ല ഒരു മനുഷ്യനായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിന്നൊരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ട് കോൺഗ്രസിന് കുത്താൻ എനിക്ക് താല്പര്യമുള്ളൂ, ഉള്ള കാര്യം പറയാമല്ലോ. നമുക്ക് ബാക്കി കേൾക്കാം. ഇനി ശ്രീലേഖയെ പറ്റി പറയാൻ തുടങ്ങുകയാണ്, കേൾക്കാം. BJPയുടെ മുഖമായി മാറുമോ എന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശ്രീലേഖയെ അപമാനിക്കാൻ പറ്റുന്ന അവസരമൊക്കെ ഉപയോഗിക്കണം
എന്ന് CPM കണക്കിലാക്കുകയും അതിന്റെ ഭാഗമായി ഒരു തിരക്കഥ പോലെ രൂപീകരിച്ചതുമാണ് ശ്രീലേഖയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്ത. വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിനോട് ശ്രീലേഖ എന്തു പറഞ്ഞു എന്നതിനെക്കുറിച്ച് നിശ്ചയവുമില്ല. എന്നാൽ പൊടുന്നനെ VK പ്രശാന്ത് രംഗത്തിറങ്ങി പറയുന്നു, ശ്രീലേഖ തന്നെ ഭീഷണിപ്പെടുത്തി, തന്നോട് മര്യാദ കെട്ട് സംസാരിച്ചു, ഉടനടി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു തന്റെ ഓഫീസിൽ നിന്ന്. റിപ്പോർട്ടർ ചാനലൊക്കെ കൊടുത്തിരിക്കുന്ന വാർത്തകളുടെ തലക്കെട്ട് കാണണം. അവരൊക്കെ പറയുന്നത് ശ്രീലേഖ ഭീഷണിപ്പെടുത്തി. കൗൺസിലർ ആർ ശ്രീലേഖയുടെ അന്ത്യശാസന, VK പ്രശാന്ത് MLAക്ക് അന്ത്യശാസന, ശ്രീലേഖയുടെ അന്ത്യശാസന. മുൻ കൗൺസിലറായ മധുസൂദനൻ നായർ പറയുന്നു, മാഡം അവിടെ ഒരു സ്ഥലമില്ല, ഇരിക്കാൻ ഇടമില്ല, അവിടെയുള്ള ഫയൽ പോലും വെച്ചിരിക്കുന്ന കക്കൂസിലാണ്. കാരണം കൗൺസിലർക്ക് അനുവദിച്ചിരുന്ന കോർപ്പറേഷന് കീഴിലുള്ള ഓഫീസ് സമുച്ചയം VK പ്രശാന്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ശ്രീലേഖയ്ക്ക് തോന്നുന്നു, തന്റെ പരിചയക്കാരനാണല്ലോ, തനിക്കിടം വേണം. കൗൺസിലറിന് ആലോചിക്കണം നിങ്ങൾ, കൗൺസിലർ ശ്രീലേഖയ്ക്ക് അനുവദിച്ച ഓഫീസ് സമുച്ചയം അവിടെയാണ് ഇവൻ കയറിയിരിക്കുന്നത്. കാരണം അവൻ അവിടെ ഇരുന്നാലേ പറ്റുള്ളൂ, അതാണ് സെന്റർ, അവന്റെ മണ്ഡലത്തിന്റെ സെന്റർ അവിടെയാണ്. അവൻ അവിടെ ഇരുന്ന് അപ്പിയിട്ടാലേ പോകത്തുള്ളൂ. അവന്റെ മണ്ഡലത്തിൽ തന്നെ 2 ഓഫീസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ഈ കിടന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അഹങ്കാരം തന്നെ അല്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്, അവന്റെ അഹങ്കാരം തന്നെ. ഇപ്പോൾ ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തിൽ നീ തന്നെ നാറും VK പ്രശാന്തേ. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇതിനകത്തൊന്ന് കണ്ടിട്ടാണ് മനസ്സിലാകുന്നത്. ഇതിൽ നീ തന്നെ നാറിപ്പോവും. ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് വില മൊത്തം ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണും പൊടിയായിട്ട് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള പരിപാടിക്ക് നീയൊക്കെ ഇറങ്ങി തീർക്കും. പിടികിട്ടിയോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. പ്രശാന്തിന് മാറാമല്ലോ, MLA ആണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, മണ്ഡല അലവൻസ് ഉണ്ട്, ഓഫീസ് അലവൻസ് ഉണ്ട്. അതുകൊണ്ട് MLAക്ക് മാറാമല്ലോ. അതുകൊണ്ട് സൗഹൃദത്തോടുകൂടി ശ്രീലേഖ വിളിച്ചു ചോദിക്കുന്നു, എനിക്ക് ഇടമില്ല, അത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. ശ്രീലേഖ ഇങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാനൊരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ അതിന് ശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. പത്രക്കാരോട് എന്ത് പറയും എന്ന് ചോദിച്ചോ പ്രശാന്ത് ഏട്ടാ? അല്ല, എന്താ പത്രക്കാരോട് പറയാനിരിക്കുന്നത്? അല്ല, നിങ്ങളെന്തിനാ പത്രക്കാരെ ബോധിപ്പിക്കുന്നത്? നിങ്ങളുടെ മറ്റേ വൻ ടീമുണ്ടല്ലോ, നേതാവ്, പുള്ളിക്ക് ഉത്തരം മുട്ടാകുമ്പോൾ പുള്ളി ഒന്നും മിണ്ടത്തില്ലല്ലോ. മാറി നിൽക്കടാ എൻ്റെ പരിസരത്തു നിന്ന് എന്ന് പറയുന്ന നേതാവില്ലേ, അയാളെ പോലെ അങ്ങ് കാണിച്ചാൽ മതി. മനസ്സിലായോ? അല്ല, അതിന് പകരം എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിയണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ്. പത്രക്കാരോട് ഞാൻ എന്തു പറയും? അയ്യോ, പത്രക്കാരെന്നെ മൂക്കി കയറ്റുമല്ലോ. പിന്നെ ഡിപ്പോർട്ടർ ചാനൽ, അയ്യോ, ഒന്നും പറയാനില്ല, അറിയാലോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ബാക്കി കേൾക്കാം. അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദേവിയെ ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അത് പറ്റില്ല. ഒരു ചെറിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലിലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങളൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത്. വളരെ ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത്. ഇനിയും വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. മാധ്യമങ്ങളോട് ചോദിക്കുന്നതാണ് ശ്രീലേഖ തന്നെ, എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? എൻ്റെ റൂമുമായി ബന്ധപ്പെട്ട, ഞാൻ ഇരിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രശ്നം, ഇതിവിടെ തീർത്തോളും. ഇതെന്തിനാ ഇത്ര വലിയ അങ്ങോട്ട് കരഘോഷമായി ഉണർത്തി ഓടി നടന്ന് മൈക്കം കൊണ്ട് നടക്കുന്നത്? ആ രീതിയിൽ അവർ ചോദിക്കുന്നത് സത്യമല്ലേ? 2-3 ദിവസത്തേക്ക് എന്തെങ്കിലും വേണം, അതിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട, പൊക്കോ, ഈ മൈക്കും കൊണ്ട് പോകണം, നിങ്ങൾ പോകണം, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം നിങ്ങൾ ഇറങ്ങാൻ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സ്ത്രീയെ പിടിച്ച് മറ്റേ ആണിയെ വെച്ച് അടിക്കരുത്. പിടികിട്ടിയോ? പ്രശാന്ത് തന്നെ പറയുന്ന കേട്ടല്ലോ നിങ്ങൾ, അവൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട് വിഡ്ഢിത്തരം. അവൻ ഓൾറെഡി ഉണ്ട് 2 എണ്ണം മൂലക്കായി പോയെന്ന്. അവിടെ തീർന്നവൻ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ വീഡിയോ ക്ലിപ്പ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാൻ. എനിക്ക് അവൻ്റെ വർത്തമാനം ഇപ്പോൾ തന്നെ വെറുത്തുപോയി.
അവൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് അവൻ അവിടെ നടുക്ക് കുഴികുത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്നാലേ പറ്റത്തുള്ളൂ, അവൻ്റെ മണ്ഡലത്തിൻ്റെ നടുക്ക് അവന് കുഴികുത്തിയിരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ ആഗ്രഹം, ഏത് ജനങ്ങളുടെ ആഗ്രഹമാണ്? ഒന്ന് പ്ലീസ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, ഏത് ജനങ്ങളാണ് നിങ്ങളോട് ഇത്ര എൻ്റെ പൊന്നു ചേട്ടാ നടുക്ക് തന്നെ വന്നിരിക്കും ചേട്ടാ, ചേട്ടൻ്റെ ഇതിൻ്റെ നടുക്ക് തന്നെ, മണ്ഡലത്തിൻ്റെ നടുക്ക് തന്നെ ചേട്ടൻ കുഴികുത്തിയിരിക്കുക ചേട്ടാ എന്ന് ആരാ പറഞ്ഞത്? എനിക്കറിയാൻ പാടില്ല. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധാരണക്കാരാണ് വരുന്നത്, പാവങ്ങൾ ആവശ്യങ്ങൾക്ക് വരുന്നു. സാധാരണക്കാര് ബെൻസിലും BMW ഒന്നും അല്ലല്ലോ വരുന്നത്, അല്ല ഓട്ടോയിലോ ബസ്സിലോ സ്കൂട്ടറിലോ ഒക്കെ ആയിരിക്കും സാധാരണക്കാർ വരുന്നത്. മനസ്സിലായോ? അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള വലിയ പാർക്കിംഗ് സ്പേസ് ഒന്നും വേണ്ട ചേട്ടാ. പിടികിട്ടിയോ? അതൊക്കെ ചേട്ടനൊന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് വേണം അടിക്കാൻ നാവിട്ട് ജനങ്ങളോട്. നമുക്ക് കുറച്ചും കൂടെ കേൾക്കാം. രാജേഷ് രംഗത്തിറങ്ങുന്നത്, രാജേഷ് പറഞ്ഞു അവർ തമ്മിൽ സൗഹൃദത്തിന്റെ ഭാഗമായുള്ള സംഭാഷണമാണ്. മാത്രമല്ല നിയമവിരുദ്ധമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. കേവലം 872 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഓർക്കണം, കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് സമുച്ചയം ഏറ്റവും കൂടുതൽ 15,000 രൂപ വാടക വാങ്ങേണ്ടതാണ്. അങ്ങനെയാണ് കോർപ്പറേഷൻ കൊടുക്കുന്നത്. വലിയ അഴിമതിയിലൂടെ കേവലം 872 രൂപയ്ക്ക് കൊടുത്തു. നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്നൊക്കെ ഫയൽ എടുത്ത് പരിശോധിക്കണം എന്ന് രാജേഷ് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഇത് മാത്രമല്ല, ഇന്നലെ മീറ്റ് ദ പ്രസിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 832 രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു 350, കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ, സ്ക്വയർ ഫീറ്റ് 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റൂം കൊടുത്തിരിക്കുന്നത് 832 രൂപയ്ക്കാണ് മാസം. പക്ഷേ നമ്മുടെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ. ഞാൻ MLA ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. ഇതോടുകൂടി CPM-ന്റെ ഒരു കള്ളത്തരം പുറത്താവുകയാണ്. CPM-ന്റെ കള്ളത്തരം അല്ലെങ്കിലും കുറേ ആയിട്ട് പുറത്താവുന്നുണ്ട്, പൊളിഞ്ഞു വീഴുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്തവണ നാറി കൂവി ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പോയില്ലേ തിരുവനന്തപുരം മൊത്തം കയ്യിൽ നിന്ന് പോയില്ലേ പിടുവാമൻ്റെ, എല്ലാം പോയി. കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇപ്പം നമ്മുടെ രാജേഷേട്ടൻ ഇറങ്ങുന്നത് കണ്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ, ആര്യ രാജേന്ദ്രനെ കണ്ടത് ആദ്യമൊക്കെ ഭയങ്കര കൊച്ചിനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് വന്നിരുന്നായിരുന്നു പണിയെടുപ്പൊക്കെ. പിന്നെ നമുക്ക് മനസ്സിലായി എല്ലാം ഒരു പൊയ്മുഖം. പിടികിട്ടിയില്ലേ? അതുപോലെ ഇനിയും രാജേഷേട്ടൻ ആരും എന്താണെന്നറിയത്തില്ല. പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളി ഒരുപാട് കാര്യങ്ങൾ 832 രൂപയൊക്കെ ഉള്ളൂ, നീയൊക്കെ എന്ത് തേങ്ങയാണോ ജയിക്കുന്നത് എന്നും പറഞ്ഞാണ് പുള്ളി ഇറങ്ങുന്നത്. എല്ലാം പിടിക്കുമെന്നുള്ളൊരു മൂഡിലാണ്. പിടിക്കട്ടെ, ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കട്ടെ എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇവന്മാരുടെയൊക്കെ ഉടായ്പ്, രാഷ്ട്രീയ ഉടായ്പ്, അത് നിൽക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.